അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു പവാസ് കിച്ചൻ. ഇന്ന് ഞാനൊരു പപ്പായ ചിപ്സ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ ടേസ്റ്റി ആയിട്ട് വളരെ ക്രിസ്പി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണിത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എന്നും പറയുന്നത് പോലെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ട് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി ഓൾ പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ ശരി, നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. ചിപ്സ് റെഡിയാക്കാൻ വേണ്ടി ഞാനിവിടെ പപ്പായ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല പച്ച പപ്പായയാണിത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഈ ഷേപ്പിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രഞ്ച് ഫ്രൈസൊക്കെ റെഡിയാക്കുന്ന പോലെ ആ രീതിയിലും കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ പപ്പായ ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടി പാനിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 2 കപ്പോളം വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് പപ്പായ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും ചേർത്ത് കൊടുക്കാം. പപ്പായ ജസ്റ്റ് ഒന്ന് വെന്താൽ മതിയാകും. ഒരു 5 മിനിറ്റ് വേവിച്ചതിന് ശേഷം നമുക്കിത് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിടാം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പപ്പായയിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. ഇതുപോലെ 2 പ്രാവശ്യം കഴുകിയതിന് ശേഷം പപ്പായ നമുക്ക് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിടാം. അതിനുശേഷം പപ്പായ നമുക്ക് ഫ്രീസറിൽ ഒരു 15 മിനിറ്റോളം തണുക്കാനായിട്ട് വെക്കാം. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പപ്പായ ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ട കോട്ടിംഗ് റെഡിയാക്കാം. അതിനു വേണ്ടി ഞാനൊരു ബൗളിൽ 2 സ്പൂണോളം കോൺഫ്ലോർ ഇടുന്നുണ്ട്. പിന്നെ വേണ്ടത് 1 സ്പൂൺ അരിപ്പൊടിയും 1/2 സ്പൂണോളം ഉപ്പും ചേർത്തിട്ടുണ്ട്. നമ്മൾ പപ്പായ വേവിച്ചപ്പോൾ ഉപ്പ് ഇട്ടതാണ്, അപ്പോൾ നിങ്ങൾ ഉപ്പ് നോക്കിയിട്ട് ചേർക്കുക. പിന്നെ ഞാൻ ചേർക്കുന്നത് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പിന്നെ വേണ്ടത് 1 സ്പൂണോളം മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് മുളക് പൊടിയുടെ അളവ് കുറച്ചെടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിൽ പപ്പായ ഓരോന്നിട്ട് ഇതുപോലെ ഡിപ്പ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ പപ്പായ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല ചൂടായിട്ടുള്ള എണ്ണയിലിട്ട് വറുത്തെടുക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നന്നായിട്ടൊന്ന് വറുത്തെടുത്ത് വരുമ്പോൾ ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഇപ്പോൾ നമ്മുടെ പപ്പായ ചിപ്സ് റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് കറുമുറി കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഈവനിങ് സ്നാക്കാണിത്. നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പപ്പായ കിട്ടുകയാണെങ്കിൽ തീർച്ചയായും ഇത് ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്